ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഇന്നത്തെ ധ്യാന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 17-ാം വാക്യമാണ്. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനം. ഈ സന്ധ്യാസമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കാം. പുറമേ എല്ലാം സാധാരണ പോലെ തോന്നിയാലും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവമേ, എനിക്ക് മറുപടി ലഭിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കണം? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഓരോ ആത്മാവിനോടും ഇന്ന് കർത്താവ് പറയുന്നു, യഹോവയായ ഞാൻ അവർക്കുത്തരമരുളും, ഞാൻ അവരെ കൈവിടുകയില്ല. ഈ വചനം ഒരു ആശ്വാസവാക്കു മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. ഈ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കൂ. എളിയവരും ദരിദ്രരും വെള്ളം തേടി നടക്കും. ഇവിടെ പറയുന്ന ദാഹം ശരീരത്തിൻ്റെ ദാഹം മാത്രമല്ല, അത് സമാധാനത്തിനായുള്ളൊരു ദാഹമാണ്, അത് സ്നേഹത്തിനായുള്ളൊരു ദാഹമാണ്, അത് രോഗശാന്തിക്കായിട്ടുള്ള ഒരു ദാഹമാണ്, അത് മക്കളുടെ നന്മയ്ക്കായിട്ടുള്ളൊരു ദാഹമാണ്, അത് കടബാധ്യതകളിൽ നിന്നുള്ള മോചനത്തിനായിട്ടുള്ളൊരു ദാഹമാണ്, ഒരു നല്ല ജോലി ലഭിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദാഹമാണ്, ജീവിതത്തിൽ വീണ്ടും പ്രത്യാശ ഉദിക്കണമെന്ന ഒരു ദാഹമാണ്. ഇങ്ങനെയുള്ള ദാഹങ്ങളെല്ലാം നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, തിരുവചന ധ്യാനം നടത്തുന്നു, എന്നിട്ടും ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ ഒരു കള്ളം പറയുവാൻ തുടങ്ങും. ദൈവം നിന്നെ മറന്നിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ വചനം ആ കള്ളത്തെ പൊളിച്ചെടുക്കുന്ന ഒരു തിരുവചനമാണ്. ഞാൻ അവരെ കൈവിടുകയില്ല. ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കുക. ചിലപ്പോൾ ദൈവം ഉടനെ മറുപടി നൽകുന്നില്ല, കാരണം അവൻ മൗനമായതുകൊണ്ടല്ല. നമ്മെ കൂടുതൽ നല്ല അനുഗ്രഹത്തിനായി അവൻ ഒരുക്കുകയാണ്. കർഷകൻ വിത്ത് വിതച്ച ഉടനെ വിളവെടുക്കുന്നില്ല. അവൻ കാത്തിരിക്കുന്നു, മഴയും സൂര്യപ്രകാശവും ലഭിക്കുവാൻ സമയം അനുവദിക്കുന്നു. ആയതുപോലെ ദൈവവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണുവാൻ കഴിയാത്തിടത്തും അവന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ വചനത്തിലെ ഏറ്റവും മനോഹരമായ വാക്കിതാണ്, ഞാൻ ഉത്തരമരുളും. മനുഷ്യർ മറുപടി ഒരുപക്ഷെ തരാതിരിക്കാം, സുഹൃത്തുക്കൾ നമ്മെ വിട്ടുപോയേക്കാം, ബന്ധുക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകാം, ഒരുപക്ഷെ വാതിലുകൾ അടഞ്ഞുകിടക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മറുപടി ഒരിക്കലും വൈകിപ്പോയതല്ല. അവൻ സംസാരിക്കുന്ന സമയം ഏറ്റവും ശരിയായ സമയത്താണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ഒരു അകൽച്ച നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും മനസ്സിലാക്കാത്ത ഏകാന്തതയിലായിരുന്നു എങ്കിലും, ഇന്നത്തെ വചനം നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ഈ ഒരു വാക്കുമതി ലോകം മുഴുവൻ വിട്ടുപോയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. പ്രിയ ദൈവ പൈതലേ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല. മോശ ചെങ്കടലിന്റെ മുൻപിൽ നിന്നപ്പോൾ വഴിയില്ലായിരുന്നു, അവിടെ ദൈവം പുതുവഴികളെ തുറന്നു. ഏലിയാവ് ക്ഷീണിച്ച് മരുഭൂമിയിൽ കിടന്നപ്പോൾ ദൈവം അവൻ ആഹാരം നൽകി. ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നപ്പോൾ ദൈവം അവനെ കാത്തുപരിപാലിച്ചു.
3 യുവാക്കൾ അഗ്നിച്ചൂളയിലായിരുന്നപ്പോഴും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും അതേ ദൈവം തന്നെയാണ് പ്രിയ ദൈവ പൈതലേ, നിനക്കും എനിക്കുമൊപ്പമുള്ള നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് നിരാശപ്പെടരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്, തിരുവചന വായന നിർത്തരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത്. കാരണം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ല എങ്കിലും അവന്റെ സമയം വരും. ആ സമയം വന്നാൽ ആരും അടയ്ക്കുവാൻ കഴിയാത്ത വാതിലുകൾ തുറക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കാം. കർത്താവേ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് ശക്തി നൽകണമേ. എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ആത്മാവിനെ ജീവജലം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ കണ്ണുനീർ നീ കാണണമേ. എൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യം നൽകണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതുവഴികളെ തമ്പുരാനെ അവിടുന്ന് തുറന്ന് നൽകണമേ. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി നൽകണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് തമ്പുരാനെ പ്രത്യാശ നൽകണമേ. കർത്താവേ, നീ പറഞ്ഞതുപോലെ ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ. ഇന്നത്തെ ഈ തിരുവചനം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. യഹോവയായ ഞാൻ അവർക്കുത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഇതാണ് ഇന്നത്തെ രാത്രിയിലേക്കുള്ള നമ്മുടെ പ്രത്യാശ. ഉറങ്ങുവാൻ പോകുമ്പോൾ ഈ വചനം മനസ്സിൽ ആവർത്തിച്ച് പറയുക. ഭയപ്പെടുമ്പോൾ ഈ തിരുവചനം പറയുക. കരയുമ്പോൾ ഈ തിരുവചനം ഓർക്കുക. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന്. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പരിശുദ്ധ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.